നമുക്ക് കുറച്ച് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അത് ഏത്? ലേഖകൻ എന്ന വാക്കാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഗുരുക്കൾ. ഗുരുക്കൾ ഒരു പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ജനകൻ. തനയൻ, ആത്മജൻ, തനുജൻ എന്നുള്ളതെല്ലാം പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ്. തനയൻ, ആത്മജൻ, തനുജൻ. തീ പ്ലസ് കനൽ എന്ന് ചേർത്തെഴുതുക. എങ്ങനെയാണ് ചേർത്തെഴുതുക? തീക്കനൽ. തീ പ്ലസ് കനൽ, തീക്കനൽ. രാജാവും ഋഷിയുമായവൻ. ഇത് ഒറ്റപ്പദമാക്കുക. രാജർഷി. രാജാവും ഋഷിയുമായവൻ, രാജർഷി. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സുധ. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സുധ. 800 എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? n + 100 ആണ് 800. n + 100 800. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ലോകവിവരം ഇല്ലാത്തവൻ എന്നാണ് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ലോകവിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദമേത്? ഭാരിതം. മേഘം എന്ന അർത്ഥം വരുന്ന പദമേത്? ഭാരിതം. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ദൃഢം, ശിഥിലം. ദൃഢം എന്താണ്? ശിഥിലം. ദൃഢം, ശിഥിലം. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ശിഥിലം. മേഘം എന്ന അർത്ഥം വരുന്ന പദമാണ് ഭാരിതം. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം ലോകവിവരം ഇല്ലാത്തവൻ. 800 എന്ന പദം എങ്ങനെ പിരിച്ചെഴുതുക? n + 100. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സുധ. സുതൻ, സുധ. രാജാവും ഋഷിയുമായവൻ, രാജർഷി. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ്? തീക്കനൽ. തീക്കനൽ. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഓപ്ഷൻസിൽ ജനകനാണ്. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? തനയൻ, ആത്മജൻ, തനുജൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായത് ഗുരുക്കൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. എങ്ങനെയാണ്? ലേഖകൻ മാത്രമാണ് ശരിയായിട്ടുള്ളത്.